എല്ലാ ആളുകളും ചോദിക്കും ഈ കോൺക്രീറ്റിൽ തറ കെട്ടുമ്പോൾ പ്രൈസ് ഭയങ്കര കൂടുതലാണ്, എന്താ കാരണം എന്ന്. കല്ലിൽ കെട്ടിയാലുള്ളൊരു ഇതാണ് കല്ലിൽ കെട്ടുമ്പോഴുള്ളൊരു പ്രശ്നം. കണ്ട, അത്യാവശ്യം ഉറവൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പാതുകമാണ്, പാതുകത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ഉറവ് വരുന്നത്. ഇങ്ങനെ ഉറവ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മണ്ണും കൂടി അത് കൂടി ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഫ്ലോറ് താഴത്തേക്ക് വരും. കണ്ട, ഇതേപോലെ ഇന്നലെ ഒറ്റ ദിവസത്തെ മഴയല്ലേ ഇത്, ഒറ്റ ദിവസത്തെ മഴയ്ക്കാണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മഴക്കാലത്ത് ഫുള്ള് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും ഇപ്പോൾ ഈ ഗ്യാപ്പ് കൂടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മണ്ണും കൂടി ഒലിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ റൂമിൻ്റെ ഉള്ളിൽ അടി പൊള്ളയിട്ട് മാറും. പക്ഷേ കോൺക്രീറ്റിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്തായാലും ഒരിക്കലും സംഭവിക്കില്ല. ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോണ ബേസ്മെൻറ്റിൽ ഒരു മഴ പെയ്തപ്പോൾ, അതായത് ഈ വീടിൻ്റെ പ്ലോട്ടിൽ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ കാണിച്ചിട്ട് ഒരു ഷോർട്ടായിട്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ എനിക്ക് വന്ന കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിജീവികൾ വന്നിട്ട് ഒരുപാട് കമൻറ്റ്, ഞാൻ ആ കമൻറ്റൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ, അത് ഞാൻ കോട്ടയം പള്ളിക്കത്തോട് ചെയ്തൊരു വീടിൻ്റെ ബേസ്മെൻറ്റ് കരിങ്കല്ലിൽ ചെയ്തതാണ്. ആ സ്ഥലത്ത് ഉറവുണ്ടായിരുന്നു. ആ ഉറവ് സമയത്ത് കരിങ്കല്ലിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ളത്, ആ ബുദ്ധിജീവികൾ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ അവർ പറഞ്ഞു തരിക, ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ട് തരിക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ട്, സ്ഥിരം കാണുന്ന ആൾക്കാരെ കമൻ്റ് ഒന്ന് ഇരുന്ന് വായിക്കണേ. ഹായ്, ഇത് നമ്മൾ കോട്ടയം ചെയ്യുന്നൊരു വീടിൻ്റെ ബേസ്മെൻറ്റാണ്. ഏകദേശം 3100 സ്ക്വയർ ഫീറ്റ്, 3150 സ്ക്വയർ ഫീറ്റാണ് ഇത് വരുന്നത്. വിത്ത് പോർച്ചടക്കം ഈ രീതിയിലാണ് പോർച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഞങ്ങൾ ഈ ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് എതിർപ്പ് എന്നാണ്. ഇത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ബേസ്മെൻറ്റ് ചെയ്യണ രീതി പല വീഡിയോസായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതായത് ഭൂമിയുടെ അടിയിലേക്ക് ഞങ്ങൾ ഇതേപോലെ കോൺക്രീറ്റാണ് ചെയ്യുക. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ അടിയിൽ എന്താ കമ്പി ഇടാത്തതെന്ന്. എനിക്ക് ആ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇത് ഈ കോൺക്രീറ്റ് ബേസ്മെൻ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ കരിങ്കല്ലിലാണ് കെട്ടാറ്. അപ്പോൾ കരിങ്കല്ലിൽ കെട്ടുമ്പോൾ കമ്പി ഉണ്ടോ സിമെൻ്റ് ഉണ്ടോ എന്ന് ഒരു മനുഷ്യൻ ചോദിക്കാറില്ല, ഈ എൻജിനീയേഴ്സ് പോലും. അതായത് ഇവർ കൂടി ചിന്തിക്കലില്ല. ഇപ്പോൾ നമ്മൾ കോളം ഫൂട്ടിങ് ചെയ്യുമ്പോൾ ഇതാ ഒരുപാട് രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ കോളം ഫൂട്ടിങ്ങിലും ബേസ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഈ വീടിന് ഏകദേശം 10 പില്ലർ വരുന്നുണ്ട് ഫ്രണ്ടിൽ. അതായത് ഇതിൻ്റെ പൂമുഖം, അതായത് സിറ്റ് ഔട്ട് ഏരിയയാണ്. അപ്പോൾ ഈ എലിവേഷന് വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ എലിവേഷൻ ഞങ്ങളിതിൻ്റെ കൂടെ ചേർക്കാം. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വീടിൻ്റെ എലിവേഷൻ. നമ്മളെ ഈ വീടിൻ്റെ ഫുള്ള് വർക്കും കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ ഈ വീട് ഉണ്ടാവാൻ പോണത് ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ് പില്ലർ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അതായത് ഒരു ബിറ്റ്വീൻ ഗ്യാപ്പ് വരിക 60 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ ഒരു 8 പില്ലറും 2 എൻഡിലായിട്ട് ഒരു സിംഗിൾ പില്ലറും വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ 10 പില്ലറാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 പില്ലർ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ട. ഇത് തീർച്ചയായിട്ടും ഈ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 പില്ലർ കൊടുക്കണം. കാരണം ഇവിടെ കഷ്ടി 2 മീറ്ററേ ഉള്ളൂ കേട്ടോ. അതായത് ഈ കാണുന്ന പ്ലിന്തും വന്ന് 2 മീറ്ററാണ് ഇതിൻ്റെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഇത് എലിവേഷന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സൈറ്റത്തെ മഴവെള്ളത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതിൽ വന്ന കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്, ഇത്രയും പൈസ എന്തിനാണ് ചിലവാക്കണം. എനിക്ക് ആ ബ്രോനോട് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ചിലവാക്കുന്നത്, ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും സൂക്കേട് വരാറില്ല. സൂക്കേട് വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്തിനാ അവന് പൈസ ചിലവാക്കണമെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ടിൻ്റെ ബ്ലോക്കോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്തിനാ ഇപ്പോൾ ഇവന് പൈസ ചിലവാക്കണത്, അതാണ് ശരിയായിക്കോളേ, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് എല്ലാ വീട്ടുകാരും ഇതേപോലെ ബേസ്മെൻറ്റ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാമെന്ന് മാത്രമേ എപ്പോഴും നമ്മളെ വീഡിയോയിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ട ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കിത് കരിങ്കല്ലിലോ വെട്ടുകല്ലിലോ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒരാളും നമ്മൾ ആരും നിർബന്ധിക്കണില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതായത് അത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് അറ്റാച്ച് ചെയ്യാം. അതിലാൾ കമൻറ്റ് ഇട്ടായിരുന്നു കരിങ്കല്ലിൽ ബേസ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് ഇട്ടാൽ മതി. നമ്മളെ ഈ വീഡിയോസ് കാണുന്ന സ്ഥിരം ആൾക്കാർക്ക് ആർക്കെങ്കിലും തോന്നിയോ? അതായത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു,
നമ്മൾ കരിങ്കല്ലിൽ ബേസ്മെൻ്റ് ഇട്ട നമ്മളെ മാത്യു സാറിൻ്റെ വീട്. ആ വീടിൻ്റെ ബാക്കിൽ വന്ന ആ ഒരു ഉറവ് കാരണം കൊണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ കൂടി, അതായത് ഭൂമിയുടെ അടിയിൽ കൂടി വരുന്ന വെള്ളം കരിങ്കല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞ് വീഴുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഈ ചാനലിൽ തന്നെ കിടക്കണേ 2024 ആ വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവർ ഏത് ലോജിക്കിലാണ് പറയണത്? ഇനിയിപ്പോൾ എനിക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കണം. അപ്പോൾ എന്നോട് സ്നേഹമുള്ള ആൾക്കാരാണ് പറയുന്നത് കുറച്ച് ഒന്ന് മിതമായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഈ മാതിരി കമൻറ്റ്സ് ഇവരൊന്നും ഒരു കാര്യം പോലെ ഒരു വീട് വെക്കണതിൻ്റെ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോണതാണ്. അത് അല്ലാണ്ട് നിങ്ങളോട് ആരോടും ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം. അത് ബ്രോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ ഓക്കെ സമ്മതിച്ച് തന്നു. ഇപ്പോൾ ഒരു ഉറവ് പിടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വെള്ളം മുകളിൽ ഇപ്പോൾ ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുകളിൽ നിന്ന് കാണിക്കും. ഇതിപ്പോൾ ഈ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് വരുന്നത് നമ്മൾ ആ കാറ് നിൽക്കുന്ന സ്ഥലമാണ്. ആ കാറ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഇനി ഒരു 2 ഫീറ്റോളം ഡെപ്തിലാണ് ഇപ്പോൾ നമ്മളെ ഈ നിലദാനം നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ടിൽ പെയ്യണ മഴവെള്ളം കംപ്ലീറ്റ് ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അത് നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഒരു മഴ പെയ്തപ്പോൾ ഈ പിറ്റ് നിറഞ്ഞു. അതായത് ഈ പെയ്യണ വെള്ളം കംപ്ലീറ്റ് ഇവിടെയാണ് വരിക. ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് സൂം ചെയ്ത് കാണിക്കും. അതൊരു മഴക്കാലം എന്നല്ല, പക്ഷേ ഇന്നലെ മഴ പെയ്തപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞു. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ വെള്ളം നിറയുന്ന സമയത്ത് ഈ ഒരു ചുമര് കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നേരെ വെള്ളം തറയുടെ ഉള്ളിലേക്കല്ലേ കയറുക. ഇനി അതുമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ കോളം ഫുട്ടിങ്ങിലാണ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇതല്ല ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളം ഫുട്ടിങ്, അതായത് ഒരു സിംഗിൾ പില്ലർ. ഇതാണ് ഇപ്പോൾ നിങ്ങൾ വേണ്ട കോളം ഫുട്ടിങ്ങിൻ്റെ സിംഗിൾ പില്ലർ വരുന്നത്. ഈ സിംഗിൾ പില്ലറിൽ നിന്ന് അടുത്ത പില്ലറിലേക്ക് നമ്മൾ പ്ലിന്ത് കണക്ട് ചെയ്യണം. അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യണം. അതിലൊരുത്തന്നോട് പറഞ്ഞു കോളം ഫുട്ടിങ് ചെയ്തിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു ഇതിട്ടാൽ മതിയെന്ന്. ഓക്കെ, ഞാൻ സമ്മതിച്ച് തന്നു. പക്ഷേ ഇവിടെ പെയ്യണ മഴവെള്ളം ഇതിൻ്റെ അടിയിൽ കൂടി താന്നിട്ട് നേരെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെയല്ലേ വരാൻ പോണത്. ആ വെള്ളം ഒഴിവാവാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യണ രീതിയിൽ ഇവിടെ വാ, ഇവിടെ ഇങ്ങനെ വാ, ഈ ഒരു കോർണർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ആ പിറ്റ് നിറഞ്ഞിട്ട് ഈ മഴവെള്ളം വന്ന വഴികളാട്ടോ ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ ചെയ്യാനുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മഴവെള്ളം ഇത്രയും നിറഞ്ഞു നിന്ന് കഴിഞ്ഞാലും ഇത് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരിക്കലും വെള്ളം ഞാൻ ഇങ്ങോട്ട് ലീക്കാവില്ല എന്ന് മാത്രമേ പറയണത്. കരിങ്കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കും, കോളം ഫുട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോളം വരും, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു കോളം വരും. അപ്പോൾ ഇത് മുഴുവൻ ഗ്യാപ്പിൽ പ്ലിന്ത് എന്ന് പറയണത് നിലദാനത്തിൻ്റെ മുകളിലേക്ക് വരണതാണ്. ഈ നിലദാനത്തിൻ്റെ അടിയിൽ കൂടി വെള്ളം ലീക്ക് ആവുകയല്ലേ ചെയ്യുക. ഈ വീടിന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഹൈറ്റ് കാണിച്ചു കൊടുക്കുക. ഈ ഹൈറ്റിൽ, അതായത് ഇപ്പോൾ ഇവിടത്തേക്ക് ഏകദേശം അവിടെ നിന്ന് 4 അടിയാണ് ഇവിടേക്ക് ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഈ 4 അടി ഹൈറ്റ് നമ്മൾ താത്തുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ട മണ്ണ് കണ്ട ഇതൊക്കെ ഇട്ട മണ്ണ് പോലെ ലൂസ് മണ്ണാണ്. ഈ ലൂസ് മണ്ണിൽ നിങ്ങളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മഴവെള്ളം പെയ്യണ സമയത്ത് ഈ മണ്ണാണോ നമ്മളെ വെള്ളത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയണത്, അതോ കോളോ അതോ കരിങ്കല്ലോ? എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പോകുന്നൊരു കോൺക്രീറ്റ് ചുമര് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇൻസൈഡാണ്. ഔട്ട് സൈഡിൽ വരുന്ന സമയത്ത് ആ സൈഡിൽ താഴ്ന്ന വെള്ളം ഒരിക്കലും വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് എക്സ്പെൻസീവാണ്. പക്ഷെ വേണ്ട ആൾക്കാർ ചെയ്താൽ മതി. വേണ്ടാത്ത ആൾക്കാരോട് നമ്മൾ സജസ്റ്റും ചെയ്യണില്ല. ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ എനിക്കൊരു കമൻ്റൊക്കെ ഇട്ടാൻ തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് വീഡിയോന് എന്തെങ്കിലും നമ്മളെക്കൂടെ പറ്റില്ല. ഞാൻ കാണിച്ചു തന്നില്ലേ, വലിയ കരിങ്കല്ലിൻ്റെ അടിയിൽ 4 അടി 5 അടി വീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പ് ഫുട്ടിങ്. അതേപോലെയൊക്കെ കോട്ടയം ജില്ലയിൽ ഒരു കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ബ്രോ ഇതിനേക്കാളും കൂടുതൽ പൈസ ചിലവാകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ മലപ്പുറമോ അല്ലെങ്കിൽ കരിങ്കല്ലിൽ വില കമ്മിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പറ്റും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് ഒരുപാട് എക്സ്പെൻസാണ് കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റ് ഇടാൻ. നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അതാത് സ്ഥലത്തിന് മാത്രം കമ്പയർ ചെയ്ത് നോക്കരുത്. ആദ്യം ആ നാട്ടിലത്തെ കല്ലിൻ്റെ വില ചോദിക്കുക, പിന്നെ അതേപോലെ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഇത്, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കോർണറാണ്. അതായത് വീടിൻ്റെ ഇങ്ങോട്ട് വന്നു ഇത് കാണാൻ പറ്റുമെന്നറിയില്ല, ഇട്ടായിട്ടുണ്ട്. അവിടെ ചളി നിൽക്കുന്നുണ്ട്. ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്നിട്ട് വെള്ളം ലോഡായത് ഈ ഒരു കോർണറിലാണ്. ഇപ്പം നമ്മളെ ചുമര്
ഇത്രയും ഹൈറ്റായ കാരണം കൊണ്ട് ഇവിടെ എത്ര വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലും ഈ കോൺക്രീറ്റ് ഭിത്തിയായ കാരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്തിട്ട് ഒരിക്കലും വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ ഭൂമിൻ്റെ അടിയിലേക്ക് ഇടുന്നതാട്ടോ. ഇതിൻ്റെ മുകളിൽ 2 അടി ഹൈറ്റിലാണ് ഇനി പ്ലിന്ത് വരാൻ പോണത്. പിന്നെ കുറേ ആൾക്കാരെ സംശയം ഇങ്ങനെ ഭൂമിൻ്റെ അടിയിലേക്ക് ഇടുമ്പോൾ കമ്പി ഇടണമെന്നുള്ളതാണ്. എനിക്കതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം സാധാരണ ബേസ്മെൻറ്റ് അതല്ലെങ്കിൽ പാതകം കെട്ടണ ആൾക്കാരൊക്കെ കരിങ്കല്ലിലാണ് കെട്ടാറ്, അല്ലെങ്കിൽ വെട്ടുകല്ലിൽ, അല്ലെങ്കിൽ കോളം ഫുട്ടിങ്. ഈ ഒരു 3 മെത്തേഡാണ് നമ്മുടെ കേരളത്തിൽ ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കരിങ്കല്ലിലാണ് കെട്ടണമെന്ന് വിചാരിച്ചോളൂ. ഇതിപ്പോൾ നമ്മളെ ഭൂമിൻ്റെ അടിയിൽ പോണതാണ്. അപ്പോൾ ഭൂമിൻ്റെ അടിയിൽ പോണ കരിങ്കല്ലിൽ കെട്ടണ ഒരു മനുഷ്യനും അതിൽ പരിക്കൻ കൂട്ടിയിട്ട്, അതായത് സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഈ 2 ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടല്ല കെട്ടുന്നത്. ഞാൻ അങ്ങനെ ആരെങ്കിലും കെട്ടണ പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ഫോട്ടോ ഇട്ടാന്നുള്ളൂ. ഭൂമിൻ്റെ അടിയിൽ കെട്ടണതിൽ കംപ്ലീറ്റ് സിമെൻറ്റ് ചെയ്തിട്ടാണ് കെട്ടുന്നത് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വെള്ളം ലീക്കാവില്ല. എന്നാലും നിങ്ങൾക്ക് ഈ കോൺക്രീറ്റിൻ്റെ ഇതേപോലെ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാണുന്ന കോൺക്രീറ്റിൻ്റെ കമ്പിയിടാത്തൊരു കോൺക്രീറ്റ് ആണെങ്കിൽ കൂടി നിങ്ങളിത് കരിങ്കല്ലിൽ സിമെൻ്റ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാലും ഔട്ട് സൈഡത്തെ നല്ലൊരു ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോളം ഫുട്ടിങ്. അതായത് നീ നിൽക്കണ അവിടെ ഒരു കോളം വരും, ഇവിടെ ഒരു കോളം വരും, ഇതിൻ്റെ മുകളിൽ ഈ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് പ്ലിന്ത് വരിക. അപ്പോൾ ഈ കാണുന്ന മണ്ണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന മഴവെള്ളം കംപ്ലീറ്റ് അവിടെ താവുകയാണ്. അവിടെ താവുന്ന സമയത്ത് നേരെ അത് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വീണ്ടും വരാൻ പോണത്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മളെ ബേസ്മെൻറ്റിൻ്റെ രീതി ഇതേപോലെ ഭൂമിയുടെ അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണത്. എക്സ്പെൻസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് കോളം ഫൂട്ടിങ്ങിൻ്റെ പ്രൈസ് അന്വേഷിക്കാം. ഞങ്ങൾ ചെയ്യണതിൻ്റെ രീതി സെപ്പറേറ്റ് ആണ്, അത് വേറെയും നോക്കാം. ഞാൻ പറയണത് ഇങ്ങനെ ചെയ്യണേ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾക്ക് ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ പ്ലോട്ടിന് അനുയോജ്യമായ പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ അത്രയും വെള്ളം വന്നിട്ട് ഹ്യൂജ് സ്റ്റോറേജ് ആവുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള വെള്ളം വീടിനുള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർണറിൽ ഏകദേശം ഒരു, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഹൈറ്റ് വരയ്ക്ക് ഒരു 6 അടി ഡെപ്ത് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിത് കാണിച്ചു തരാം. ഇവിടെ 6 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഫ്രണ്ട് കോർണർ കിട്ടിയിരിക്കുന്നത് 2 അടിയാണ്. അതായത് ഈ 6 അടി 2 അടി എന്നൊക്കെ പറയുന്നത് നമ്മൾ അടിയിലത്തെ ഉറച്ച മണ്ണ് കിട്ടുന്നവരെ JCB കൊണ്ട് കുഴിച്ച കുഴിയാണ് പറയണത്. പിന്നെ ഇത്രയും വലിയൊരു ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് ഇതേപോലെ കരിങ്കല്ലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഈ മഴവെള്ളം കംപ്ലീറ്റ് ഇപ്പോൾ ഒരു വീടിൻ്റെ ഔട്ട് സൈഡ് കൂടി വന്നിട്ട് ആകെ എത്ര ഉള്ളൂ കേട്ടോ സ്ഥലമോ കണ്ടോ. ഇതാണ് നമ്മളെ അതിർത്തി വരുന്നത്. ഇപ്പോൾ ഇതൊരു 3200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഒന്ന് വൈഡായിട്ട് കാണിക്കും. ഇത്രയും സ്ഥലം വീടായിട്ട് പോയി. പിന്നെ ബാക്കി പെയ്യണ മഴവെള്ളം വന്നിട്ട് ആകെ സ്റ്റോർ ചെയ്യാൻ ഇവിടെ ഉള്ളൂ. കാരണം ഈ മഴവെള്ളം നിങ്ങൾ ഈ ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉയരം കൂട്ടേണ്ടി വരും. അതൊരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം റോഡ് അത്രയും ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി നിൽക്കണില്ലേ, ആ ഒരു ഉയരത്താണ് റോഡ് കാണുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കാണിക്കുക, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ഇപ്പം നിൽക്കണ നമ്മളെ പ്ലോട്ടിനേക്കാൾ ഏകദേശം ഒരു 2 മീറ്റർ താന്നിട്ടാണ് ഈ ഒരു ഭൂമി. ആ ഭൂമിനേക്കാൾ ഒരു 10-12 അടി താന്നിട്ടാണ് അടുത്ത വീട്. അപ്പോൾ ഇവിടെയുള്ള വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് തന്നെ സ്റ്റോറേജ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പം തന്നെ ഇതിപ്പോൾ നമ്മൾ വീട് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് പൊട്ടിയിരുന്നു അല്ലേ. അപ്പോൾ ഇത് വീട് വെക്കാൻ വരുന്നതിൻ്റെ മുന്നേ പൊട്ടിയൊരു സ്ഥലമാണ്. അപ്പോൾ അതെന്താ പൊട്ടണമെന്നുള്ളത് കുറച്ച് ലോജിക്ക് ചിന്തിക്കാനാണ് അറിയാം. കാരണം ഇവിടെ വെള്ളം കാര്യം വരുകൊണ്ടാണ് അവിടെ ബലക്ഷ സംഭവിച്ചതും അത് പൊട്ടിയതും. ഇപ്പോൾ കരിങ്കല്ലിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒറ്റകല്ലിൽ കെട്ടിയൊരു ചുമരാണെന്ന് എനിക്ക് തോന്നണത്. ഇങ്ങനെ ഒരു ക്രാക്ക് വന്നില്ലേ, ഈ ക്രാക്ക് ഈ ഭിത്തിയിൽ വരുന്നതാണ് ഇവർ പറയണത്. അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണില്ലേ, ഈ ഭിത്തിയിൽ കമ്പിടാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ക്രാക്ക് വരുന്നതാണ് ഇവർ പറയണത്. കാരണം നമ്മളിപ്പോൾ ഈ ഭൂമിയുടെ അടിയിലേക്ക് ചെയ്യണതിൽ നമ്മൾ കമ്പിടാറില്ല. ഞങ്ങൾ കമ്പിടുന്നത് ഇതിൻ്റെ മുകളിൽ. ഇതിപ്പോൾ 2 അടിയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1.5 അടിയാണ് നമ്മളെ നോർമല്. അത് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ പ്ലിന്ത് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതായത് കമ്പി ഇട്ടിട്ട് ഭൂമിൻ്റെ അടിയിൽ പോകണമെങ്കിൽ കമ്പി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കമ്പി ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കെട്ടിയിരിക്കുന്നത് കരിങ്കല്ലിന് പകരം മാത്രമാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് കരിങ്കല്ലിട്ട് കെട്ടണതിന് പകരം മാത്രം കെട്ടുക. കരിങ്കല്ലിട്ട് കെട്ടുമ്പോഴുള്ള ദോഷം എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ചെയ്തൊരു വീടിന് കരിങ്കല്ലിൽ കെട്ടി ഞങ്ങൾ സ്ട്രക്ചർ ആയതിനു ശേഷം മഴ പെയ്തപ്പോൾ ഉറവ് വന്നിട്ട് വെള്ളം വരുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈ വീട് ഇപ്പോൾ അവിടെ ഉറവ് വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഉറവ് നേരെ ഈ ഭൂമിയുടെ അടിയിൽ കൂടി വന്നിട്ട് ഇങ്ങോട്ട് ക്രോസ് അടിച്ച് പോരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ബേസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഒരിക്കലും വരില്ല.
അപ്പോൾ ഞങ്ങൾ ഈ ചെയ്തതിന് പല സ്ഥലത്തും പല പേരാ പറയണത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോടല്ല കണ്ണൂരുള്ള ഉസ്താദാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് പറയുന്നതിന് കുഴിയാട്ടാണ്, അതായത് ഭൂമിയുടെ അടിയിലേക്ക് പോണേന്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പാതുകം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അടിസ്ഥാനം എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ പേരാണ്. അതായത് ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഭൂമിൻ്റെ അടിയിൽ പോണതാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ഇനി പ്ലിന്ത് വരാൻ പോണത്, അതായത് കമ്പിയിട്ടിട്ടുള്ള കോൺക്രീറ്റ് വരാൻ പോണത് ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീടെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിൻ്റെ വീതി വരുന്നത് 6 മീറ്ററും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12-20, അതായത് 12 മീറ്റർ. ഏകദേശം ഒരു 40 അടി 20 അടിയും വീതി വരുന്ന വിചാരിച്ചോളൂ, ഇതിൻ്റെ ഹാള് മാത്രം. എനിക്ക് ഈ പ്ലാന് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഈ ഒരു മിഡിലായിട്ട് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനെന്തായാലും ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇത്രയും വലിയൊരു ഏരിയയിലൊക്കെ പ്രിന്റ് ചെയ്യണ സമയത്ത് ഹാളാണിത്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ടൈ കൊടുക്കണം. ടൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്തിൽ, കാരണം ഞാൻ ടൈ ഉദ്ദേശിക്കാൻ കാരണം അതിൻ്റെ മുകളിൽ ചുമര് വരുന്നില്ല, ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്ലിന്ത് കണക്ഷൻ ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 മീറ്റർ വൈഡും 12 മീറ്റർ ലെങ്ത്തുള്ള ഈ ഒരു പ്ലിന്ത് ഏരിയയുടെ മുകളിൽ വരുന്ന സ്പാൻ, ഇപ്പോൾ ഒരു ഒറ്റ നില ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 3-4 നിലയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ലോഡ് ഫുൾ ഈക്വലായിട്ട് വരുന്ന സമയത്ത് ഇതിന് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ടൈ കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ പ്ലാനിൽ ഇത് വരഞ്ഞിട്ടില്ല. അത് ഓരോ എഞ്ചിനീയർമാർ ഓരോ രീതിയിലാണ്. എനിക്കറിയില്ല, ഇത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യണത് ഫുള്ള് കോൺക്രീറ്റിലാണ്. അതുകൊണ്ട് സാധാരണേക്കാളും എന്തായാലും സ്ട്രെങ്ത്ത് കൂടുതലാണ്. ഇപ്പോൾ കല്ലിൽ ചെയ്യണേക്കാളും ബ്രിക്സിൽ ചെയ്യണേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ കോളം ഫൂട്ടിങ്ങിൽ ചെയ്യണേക്കാളും വീടിന് ബലം കൂടുക നമ്മൾ കോൺക്രീറ്റ് ഭിത്തിക്കാൻ. പക്ഷേ ഇത്രയും വലിയൊരു ഹ്യൂജ് ഏരിയ ഇതേപോലെ, അതായത് 40 അടി ലെങ്ത്തും 20 അടി വൈഡുള്ളൊരു ഏരിയയിൽ ഒരു മിഡിലൊരു ടൈ ഇല്ലാണ്ട് കല്ലിൽ കെട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ അത്രയും വലിയൊരു കല്ലിൽ കെട്ടിയിട്ട് ഇത്രയും വലിയൊരു ഹാൾ ചെയ്തു. കോൺക്രീറ്റ് ആവുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നുകൂടി കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മളിതാ ഈ ഒരു ഇതിൻ്റെ മുകളിൽ നമ്മളെ പ്ലിന്ത് വരും 2 അടി ഹൈറ്റിൽ. പിന്നെ അതുമൊന്ന് നമ്മളെ ഫുള്ള് ചുമരും പോണത് കോൺക്രീറ്റ്. അത് കാരണം ഫുൾ കൂട്ടിപ്പിടുത്തുണ്ടാവും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ കല്ലിൽ ചെയ്യണ സമയത്ത് ഇത് കോളം ഫൂട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പില്ലറും 6 മീറ്റർ കഴിഞ്ഞിട്ട് അവിടെ ഒരു പില്ലറ് വരിക. പിന്നെ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താബൂക്ക് വെച്ചിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ ഇത്രയും കാണുന്നത് നിങ്ങൾക്ക് ഈ കാണുന്നതുണ്ടല്ലോ, ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്? 850. 40-20. 40-20 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഹ്യൂജ് ഏരിയ ഇല്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് വരും? 800 തന്നെയല്ലേ? 800 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹാള് വരുന്നത്. അപ്പോൾ അത്രയും ഹാളിൽ ഈ മിഡിലായിട്ട് ടൈ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്ലിന്ത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യും, പക്ഷേ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ തറ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇടണമെന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നാളെ കൂടെ JCB കൊടുത്തിട്ട് നിരത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഇത് ഇത്രയും അടിയിൽ. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരനെ ഒരുപാട് ആൾക്കാരെ വിചാരം ഇതാണ് ബേസ്മെൻറ്റ്. ഇതല്ല ബേസ്മെൻറ്റ്. കാരണം ഇവർ കോൺക്രീറ്റിൽ ചെയ്യുന്ന കാണുമ്പോൾ ഇവർ വിചാരിച്ചു ഇതാണ് ബേസ്മെൻറ്റ്, ഇതിൻ്റെ മുകളിൽ നിന്ന് ചുമര് കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങളെ പാതുകം, അതായത് ഭൂമിയുടെ അടിയിൽ പോണതാണ്. ഇതിൻ്റെ മുകളിലേക്ക് 2 അടിയിലാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് വരാൻ പോണത്. ബേസ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ മണ്ണൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ട് വേണം പിന്നെ ചുമരിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും വലിയൊരു വീടായതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ JCB കൊടുത്തിട്ട് ഇവിടെ മണ്ണിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എത്ര ഡെപ്ത് കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യണ ബേസ്മെൻറ്റ് രീതിയിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ, ഇത് അറിവില്ലായ്മ കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഭിത്തിക്ക് പകരം അവർക്ക് കരിങ്കല്ല് എന്ന് പറയണത് ഈ കിടക്കുന്ന സാധനമാണ്. ഇത് ഒരടിയാണ് ഞാൻ ചെയ്ത കോൺക്രീറ്റിൻ്റെ വീതി. നിങ്ങളിത് 3-4 അടിയിൽ ചെയ്തോളൂ. ഈ കരിങ്കല്ലിട്ടാണ് ചെയ്യാൻ പോണത്. ഈ കരിങ്കല്ലിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഒരു അൺഷേപ്പഡായിട്ടുള്ള കരിങ്കല്ല. നിങ്ങൾക്കിത് ഈ കോൺക്രീറ്റിൻ്റെ പോലെ ഒരിക്കലും പാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി നിങ്ങളിനി ഫുള്ള് ഇതിൻ്റെ മുകളിൽ പരിക്കട്ട് ചെയ്ത് വെട്ടലാണെങ്കിൽ പാക്ക് ചെയ്യാൻ പറ്റും. കാരണം വെട്ടലിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പരിക്കിടാം. ഇതിപ്പോൾ എങ്ങനെ ഈ അൺസൈസായ കരിങ്കല്ല് ഈ ഭൂമിൻ്റെ അടിയിലിടുമ്പോൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയണവനെ ഞാൻ ഒഴിവാക്കുകയേ ചെയ്യുള്ളൂ. കാരണം ഇവിടെ കാണിക്കുമ്പോൾ ഒരു മഴ പെയ്യണ സമയത്ത് ഇതേപോലെയാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. ഇപ്പോൾ ഈ ചളി കാണുന്നില്ലേ, ഇത് ഇങ്ങോട്ട് നടത്തിക്കുക. ഇവിടെ ഈ നിൽക്കുന്ന വെള്ളം ഇപ്പോൾ കരിങ്കല്ലിലാണ് ഇപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ വെള്ളം ഫുള്ളായിട്ട് ഈ ചുമരിൻ്റെ ഉള്ളിൽ കൂടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. അത് കയറില്ല എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ കരിങ്കല്ലിൻ്റെ ഹോൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോളിൽ കൂടി ഈ വെള്ളം പിന്നെ ഉള്ളിലേക്ക് അല്ലാണ്ട് പിന്നെ എങ്ങടെ പോവുക? അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ ചളി കാണില്ലേ, ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇത്രയും വെള്ളം നിറയും.
ഈ പ്രദേശത്ത്, അതായത് ഇത് ഭൂമിയുടെ ലെവൽ, അപ്പോൾ ഇവിടെ വെള്ളം നിറയും. ഇതിപ്പോൾ കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ട് പാസ്സാവില്ല. അത്രേ ഉള്ളൂ ഇതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ അത് വേണ്ട ആൾക്കാർക്ക് ചെയ്യാൻ, വേണ്ടാത്ത ആൾക്കാർക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തിങ്ക് ചെയ്ത് ഒന്ന് ആലോചിച്ച് പിന്നെ ഓരോ സ്ഥലത്തേയും പ്രൈസൊക്കെ നോക്കിയിട്ട് വേണം. ഇതിപ്പോൾ കരിങ്കല്ലിലിട്ടുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പറയണം. ഇങ്ങനെ വെള്ളം ലീക്കിൻ്റെ കാര്യവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ഭൂമിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ബേസ്മെൻറ്റ് ഇടുന്നത് അല്ലേ. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ സ്ട്രക്ചറിന് മാത്രമേ പ്രൈസ് പറയാറുള്ളൂ. ഞങ്ങൾ ബേസ്മെൻറ്റിൻ്റെ പൈസ വീടിൻ്റെ സ്ഥലം വന്ന് കണ്ടതിന് ശേഷം മാത്രമേ പറയുള്ളൂ. പറയാനുള്ള കാരണം ഇത്രയും ഘടകങ്ങൾ ഉണ്ടാവുകൊണ്ടാണ്. ഈ സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ അവിടെ ഉയരമായതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇവിടെ വന്ന് താവാൻ പോണത്. ഇങ്ങനെ താവണ സമയത്ത് ഇതിനുള്ളിലേക്ക് കയറാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു ബേസ്മെൻറ്റ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എത്രയുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ പ്ലിന്തൊക്കെ കഴിഞ്ഞ് അല്ലേ, വീഡിയോസ് ഇതിൻ്റെ മുകളിൽ വരാനുണ്ട്. 3150 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇത്രയും വലിയ ഹാള് ചില ആൾക്കാരെ സ്വപ്നമായിരിക്കും ഇത്രയും നല്ലൊരു ഹാള് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞാനും അമ്മ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചെയ്യും, അത്യാവശ്യം വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് വേണമെന്ന്. ഇപ്പോൾ നമ്മൾ 1-2 വീടുകൾ ചെയ്തതിൽ അത്യാവശ്യം വലിയ ഹാളുകളുള്ള വീട് തന്നെയാണ്. പക്ഷേ ഇത് ഒന്നും കൂടി അതിനേക്കാളൊരു അല്ലേ കറക്റ്റ് സ്ക്വയറായിട്ട് കുറച്ചും കൂടി വലിയ സ്പേസ് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഇനി ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുന്ന സമയത്ത് ഞങ്ങൾ അതത് സമയത്തുള്ള അപ്ഡേഷൻ വീണ്ടും തരാം. ഓക്കെ.